Hello everyone, welcome back to Aptics Academy. So in this video we are going to discuss knowledge and curriculum. അതിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ 2 പാർട്ടുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലോട്ടേക്ക് വരിക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് നോളജ് മുതൽ ഡയമെൻഷൻസ് ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ്സ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ തിയറീസ് ഓഫ് നോളജ്, തിയറീസ് ഓഫ് വാലിഡിറ്റി ഓഫ് നോളജ്, നോളജ് ഇൻ റിലേഷൻ ടു ഇൻഫർമേഷൻ, ബിലീഫ് ആൻഡ് ട്രൂത്ത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയുന്നത് ഇന്ത്യൻ തിയറീസ് ഓഫ് നോളജ് ആണ്. ഇന്ത്യൻ തിയറീസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഷ്യൻ ഇന്ത്യ എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വേദിക് ട്രഡിഷൻ ആണ്. വേദിക് ട്രഡിഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വേദ അല്ലെങ്കിൽ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് ഋഗ്വേദ, യജുർവേദ, സാമവേദ ആൻഡ് അഥർവവേദ. ഇതാണ് വേദാസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ ഇവര് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്, ആൻഷ്യൻ ഇന്ത്യ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു ഡിവൈൻ ആയിട്ടുള്ള ടെക്സ്റ്റുകളാണ്. അത്രയും ഇമ്പോർട്ടൻസ് ആയിരുന്നു ഈ വേദാസിന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാത്രമല്ല ബ്രാഹ്മിനിസത്തിന്റെയും ഹിന്ദുയിസത്തിന്റെയും ഒക്കെ ഒരു പ്രൈമറി സ്ക്രിപ്റ്റേഴ്സും കൂടിയാണ് ഈ വേദാസ്. ഈ വേദാസിനെ കൂടാതെ മറ്റ് 6 ഓക്സിലറി സയൻസസും ഈ വേദിക് ടെക്സ്റ്റുകൾക്ക് ഉണ്ട്. 4 വേദകളും അതുപോലെ തന്നെ വേദിക് ടെക്സ്റ്റുകളും ഇവർക്കുണ്ട്. അതിൽ പെടുന്നതാണ് നമ്മുടെ ഈ ഫോണോളജി, ഗ്രാമർ, അണ്ടർസ്റ്റാൻഡിങ്, വേർഡ് ഒറിജിൻ, എറ്റിമോളജി, ആസ്ട്രോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻറ്റ് ബോഡീസ് ഓഫ് നോളജ് എന്ന് അവര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഈ പുരാണ, അതുപോലെ തന്നെ മീമാംസ, തർക്ക, ആയുർവേദ, അർത്ഥശാസ്ത്ര, ധനുർവേദ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വ്യത്യസ്ത തരത്തിൽ ഇപ്പൊ മെഡിസിന്റെ മേഖല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്റർപ്രിട്ടേഷൻസിന്റെ മേഖല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റോറീസ് ആയാലും മിലിറ്ററി സയൻസ് ആയാലും ഏത് രീതിയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈപ്പ് ഓഫ് നോളജും കാര്യങ്ങളും ഒക്കെ ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു രീതിയിലുള്ള നോളജ് ആയിരുന്നു ആൻഷ്യൻ ഇന്ത്യ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെസ്റ്റേൺ തിയറീസ് ഓഫ് നോളജിലേക്ക് വരുമ്പോഴത്തേനും നമുക്കറിയാം വെസ്റ്റേൺ വ്യൂ ഓഫ് നോളജ് ഹാസ് സെന്റേർഡ് റൗണ്ട് വെർ നോളജ് ഇസ് ഗിവൺ ഓർ അക്വയർഡ് ഫ്രം വാട്ട് ഇറ്റ് ഈസ് ആഫ്റ്റർ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ അറിയോ, നമ്മളിപ്പോ ഇന്ത്യൻ തിയറി ഓഫ് നോളജ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ വെസ്റ്റേൺ തിയറി ഓഫ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഡിഫറെന്റ് ആണ്. വെസ്റ്റേൺ തിങ്കേഴ്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എങ്ങനെയാണ്, വെദർ വി ആർ ബോൺ വിത്ത് നോളജ്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നോളജുമായിട്ട് ജനിച്ചതാണോ, അല്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും എക്സ്പീരിയൻസിലൂടെയോ മറ്റു വഴിയിലൂടെയോ നോളജ് ഗെയിൻ ചെയ്തതാണോ. അപ്പൊ ഇതായിരുന്നു അവരുടെ ഒരു കോർ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അവര് നോക്കിയിട്ടുണ്ടായിരുന്നത് ഏത് തരത്തിലാണ് നോളജ് അക്വയർ ചെയ്തത് എന്നായിരുന്നു എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനി ഇതില് 2 കാര്യങ്ങളാണ് പറയുന്നത്, റീസൺ വേഴ്സസ് എക്സ്പീരിയൻസ്. ഒരു ടീം ഓഫ് പീപ്പിൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, റാഷണലിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബിലീവ്സ് വി ഗെയിൻ നോളജ് മെയിൻലി ത്രൂ തിങ്കിങ് ആൻഡ് ലോജിക്. നമ്മൾ ചിന്തിക്കുന്നതിലൂടെയും ലോജിക്കിലൂടെയാണ് നോളജ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് റാഷണലിസ്റ്റുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ദേ തിങ്ക് സം ഐഡിയാസ് ആർ ജസ്റ്റ് നാച്ചുറലി വിത്തിൻ അസ്. ചില ഐഡിയാസ് ഒക്കെ നമ്മളുടെ ഉള്ളിൽ നാച്ചുറലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ വിചാരിച്ചത്. എന്നാൽ മറ്റൊരു ഗ്രൂപ്പായിട്ടുള്ള എംപിരിസിസ്റ്റ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, നമുക്ക് നോളജ് കിട്ടുന്നത് നമ്മൾ കാണുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും ഫീൽ ചെയ്യുന്നതിലൂടെയും, അതായത് നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഐ വെച്ചിട്ട് നമുക്ക് കാണാം, നമ്മുടെ ഇയർ വെച്ചിട്ട് നമുക്ക് കേൾക്കാം, നമുക്ക് ടങ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ, സ്കിന്ന് വെച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇങ്ങനെ സെൻസ് ഓർഗൻസിലൂടെയാണ് നോളജ് ഗെയിൻ ചെയ്തതെന്നാണ് എംപിരിസിസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ 2 ടീം ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായിരുന്നു, റാഷണലിസ്റ്റുകളും എംപിരിസിസ്റ്റുകളും. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്കേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റോനെ പറ്റി പറയുന്നുണ്ട്, അരിസ്റ്റോട്ടലിനെ ഒക്കെ പറ്റി പറയുന്നുണ്ട്. പ്ലേറ്റോ പറയുന്നുണ്ടായിരുന്നത് തോട്ട് വി ഹാവ് ആൻ ഇന്നർ സെൻസ് ഓഫ് പെർഫെക്റ്റ് ഐഡിയാസ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരു ഇന്നർ സെൻസ് ഓഫ് പെർഫെക്റ്റ് ഐഡിയാസ് ഉണ്ടാകുന്നതാണ് പ്ലാറ്റോ വിശ്വസിച്ചത്. അരിസ്റ്റോട്ടിലോ ഹി ഫോക്കസ്ഡ് മോർ ഓൺ യൂസിങ് ലോജിക് ആൻഡ് ഒബ്സർവിംഗ് ദ വേൾഡ് ടു ലേൺ. അയാൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതലും ലോജിക്കിന്റെ മേലെയാണ്. പിന്നീടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന റാഷണലിസ്റ്റുകൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയുള്ള കുറച്ച് റാഷണലിസ്റ്റുകളാണ് ഡെസ്കാർട്ടസ്, ഹി യൂസ്ഡ് ലോജിക്കൽ ഡിഡക്ഷൻ. എന്നാൽ എംപിരിസിസ്റ്റ് ആയിട്ടുള്ള ലോക്ക് എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻസസിന്റെ മേലാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് തിങ്കേഴ്സിന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോളജുകളും പറയുന്നുണ്ട്. ഫിലോസഫേഴ്സ് ഓൾസോ കാറ്റഗറൈസ് നോളജ് ബേസ്ഡ് ഓൺ വെദർ ഇറ്റ്സ് ട്രൂ ബൈ ഡെഫിനിഷൻ ഓർ ലേൺഡ് ഫ്രം ദ വേൾഡ് ആൻഡ് വെദർ വി നോ ഇറ്റ് ബിഫോർ ഓർ ആഫ്റ്റർ എക്സ്പീരിയൻസിങ് ഇറ്റ്. ദീസ് ഡിസ്റ്റിങ്ഷൻസ് ഹെൽപ് ദം അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെന്റ് വേസ് വി ക്യാൻ നോ തിങ്സ്. അപ്പം ഹ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആള്
ഇതിനെ ഈ നോളജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയുമുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്തതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? റിലേഷൻസ് ഓഫ് ഐഡിയാസ്, മാറ്റേഴ്സ് ഓഫ് ഫാക്ട്, അനലിറ്റിക്കൽ അപ്രയോറി, സിന്തറ്റിക് പോസ്റ്റീരിയോറി, സിന്തറ്റിക് അപ്രയോറി എന്ന് പറഞ്ഞിട്ടാണ് അതിനെ എന്താണ് ഡിവൈഡ് ചെയ്തിട്ട് ഉള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് തിയറീസ് ഓഫ് വാലിഡിറ്റി ഓഫ് നോളജ് ആണ്. അപ്പൊ ഇതില് നമുക്ക് ഒരുപാട് തിയറീസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓരോ തിയറീസും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് റെഫർ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം എന്താണ് ഓരോ തിയറി എന്നുള്ളതും. സോ ഫസ്റ്റ് വൺ ഇസ് ദ കറസ്പോണ്ടൻസ് തിയറി ഓഫ് ട്രൂത്ത് ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? Proposition is true if it is accurately reflects or corresponds to reality and false if it does not. അതായത് ഇവിടെ ഒരു പ്രൊപ്പോസിഷൻ ഓഫ് പി വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ദ പ്രൊപ്പോസിഷൻ ദാറ്റ് പി ഈസ് ട്രൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി കറസ്പോണ്ട്സ് വിത്ത് ദ ഫാക്ട്സ്. അതായത് എന്തെങ്കിലും ഒന്ന് ട്രൂ ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് ട്രൂ ആണെന്നുള്ള റിയാലിറ്റീനെ നമ്മൾ കാണണം. The theory maintains that the truth or falsity of statement is determined only by how it relates to the world and whether it accurately describes. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ട്രൂ ആണെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ വേൾഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കറസ്പോണ്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, it is true that some dogs barks if the preposition some dogs bark correspond with the fact that some dogs bark. അതായത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും. നായ കുരയ്ക്കുന്നുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, നായകൾ കുരയ്ക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ കാണണം നായ കുരയ്ക്കുന്ന ഒരു സംഭവം അത് വേൾഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നായ കുരയ്ക്കുന്നുണ്ട്, അത് നമ്മൾ റിയൽ വേൾഡിൽ കാണുകയാണ്, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ട്രൂ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. For another example, the proposition that God exists is true if and only if the existence of God corresponds with the facts. അതായത് ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ ബാക്കി പത്രം, അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കണ്ടാൽ മാത്രമേ, അല്ലെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ദ ഗോഡ് എക്സിസ്റ്റ് എന്നുള്ള ആ ഒരു സെന്റൻസ് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ദ പ്രൊപ്പോസിഷൻ ദാറ്റ് പി ഈസ് ട്രൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി കറസ്പോണ്ട്സ് വിത്ത് ദ ഫാക്ട്. ആ പറയുന്ന ഫാക്റ്റുമായിട്ട് പി കറസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ട്രൂ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതാണ് കറസ്പോണ്ടൻസ് തിയറി ഓഫ് ട്രൂത്ത്. ഒരു കാര്യം ശരിയാണ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഫാക്റ്റുമായിട്ട് കറസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ട്രൂ ആണെന്ന് പറയാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് യൂട്ടിലിറ്റി തിയറി ഓഫ് ട്രൂത്ത്. എന്താണ് യൂട്ടിലിറ്റി തിയറി ഓഫ് ട്രൂത്തിൽ പറയുന്നത്? ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രാഗ്മാറ്റിസ്റ്റ് ലൈക്ക് വില്യം ജെയിംസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു എന്താണ് യൂട്ടിലിറ്റി തിയറി ഓഫ് ട്രൂത്ത്. ഹി പ്രപ്പോസസ് ദാറ്റ് ട്രൂത്ത് ഇസ് ഡിറ്റർമൈൻഡ് ബൈ എ ബിലീഫ്, യൂസ്ഫുൾനെസ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ റാദർ ദാൻ എ കറസ്പോണ്ടൻസ് ടു ആൻ ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ കറസ്പോണ്ടൻസിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് ഒരു it is kind of general revolt against the overly intellectual closed system of idealism. ആ ഒരു ഐഡിയലിസത്തിന്റെ ആ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനുമായിട്ട് എൻറ്റയർലി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റിവോൾട്ടും കൂടിയാണ് യൂട്ടിലിറ്റി തിയറി ഓഫ് ട്രൂത്ത് പറയുന്നത്. അപ്പൊ ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ്? വില്യം ജെയിംസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹി പ്രപ്പോസസ് ദാറ്റ് ട്രൂത്ത് ഈസ് ഡിറ്റർമൈൻഡ് ബൈ എ ബിലീഫ്. ട്രൂത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു ബിലീഫ്, ഒരു വിശ്വാസം വെച്ചിട്ടാണ്. യൂസ്ഫുൾനെസ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, എന്തിന്റെയൊക്കെ അതിന്റെ യൂസ്ഫുൾനെസ്സിനെയും അതിന്റെ പ്രാക്ടിക്കൽ, അത് ആ ഒരു തിയറിന്റെ ആപ്ലിക്കേഷനെയും റാദർ ദാൻ എ കറസ്പോണ്ടൻസ് ടു ആൻ ഒബ്ജക്റ്റീവ് റിയാലിറ്റി. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിയാലിറ്റി ഓഫ് ട്രൂത്ത് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കറസ്പോണ്ടൻസ് തിയറി ഓഫ് ട്രൂത്ത്, അതുപോലെ അല്ല എന്നുള്ളതാണ് യൂട്ടിലിറ്റി തിയറിയിൽ പറയുന്നത്. എന്നിട്ട് അവിടെ 3 പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ വേ ഓഫ് ഷോയിങ് ദാറ്റ് വെൻ ഡിസ്പ്യൂട്ട്സ് പെർമിറ്റ് നോ റെസൊല്യൂഷൻ ദ ഡിഫിക്കൽട്ടീസ് ആർ ഡ്യൂ ടു മിസ്യൂസ് ഓഫ് ലാംഗ്വേജ് ടു സട്ടിൽ കോൺസെപ്ച്വൽ കൺഫ്യൂഷൻസ് ഒക്കെ പറഞ്ഞിട്ട് 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതില് പാർട്സ് ഓഫ് ദ വർക്ക് ഓഫ് ഡ്യൂയി, C.I. ലെവിസ്, G.H. മെഡ്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്ര ഓർത്ത് വെക്കാം. എന്താണ് യൂട്ടിലിറ്റി തിയറി ഓഫ് ട്രൂത്ത് കറസ്പോണ്ടൻസിനെ പോലെയല്ല. അത് ബിലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്
യൂസ്ഫുൾനെസ്സിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും കൂടെ നോക്കിയിട്ടാണ്. ബൈ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി പ്രാഗ്മാറ്റിസം അണ്ടർസ്റ്റാൻഡ്സ് നോട്ട് കൺഫർമേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ട്രൂത്ത് ബൈ ദ ക്രൈറ്റീരിയൻ ഓഫ് പ്രാക്ടീസ് ബട്ട് വാട്ട് മീൻസ് സബ്ജക്റ്റീവ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് നോക്കാം, സെമാൻറ്റിക് തിയറി ഓഫ് ട്രൂത്ത്. ഇതിനെയാണ് ഷോർട്ടായിട്ട് STT എന്ന് പറയുന്നത്. ഇത് ആൽഫ്രഡ് ടാസ്കി ആണ് 1930 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇവർ പ്രപ്പോസ് ചെയ്യുന്ന ഐഡിയ എന്താണ്? ട്രൂത്ത് is a property of sentences and is defined by the relationship to the world. ട്രൂത്ത് എന്ന് പറയുന്നത് സെന്റൻസിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദിയർ റിലേഷൻഷിപ്പ് ടു ദ വേൾഡ്. അതെങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്നത്? അതിന്റെ വേൾഡുമായിട്ടുള്ള അതിന്റെ റിലേഷൻഷിപ്പ് നോക്കിയിട്ടാണ് നമുക്ക് അതിനെ ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടില്ലേ? ഇവിടെ എന്താ പറയുന്നത്? ഫസ്റ്റ്, ഇറ്റ് ഈസ് എ ഫോർമൽ മാത്തമാറ്റിക്കൽ തിയറി ഓഫ് ട്രൂത്ത് ആസ് എ സെൻട്രൽ കോൺസെപ്റ്റ് ഓഫ് മോഡൽ തിയറി, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ് ഓഫ് മാത്തമാറ്റിക്കൽ ലോജിക്. അപ്പൊ ഒന്നാമത് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ്. സെക്കൻഡ്, ഇറ്റ് ഈസ് ഓൾസോ ഫിലോസോഫിക്കൽ ഡോക്ട്രിൻ. ഇതൊരു ഫിലോസോഫിക്കൽ ഡോക്ട്രിനും കൂടിയാണ്, വിച്ച് ഇലാബറേറ്റ്സ് ദ നോഷൻ ഓഫ് ട്രൂത്ത് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ഫിലോസഫേഴ്സ് സിൻസ് ആന്റിക്വിറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ സെമാൻറ്റിക് തിയറി ഓഫ് ട്രൂത്തിന്റെ, അതായത് STTയുടെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, അതിന്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണെന്ന്. ട്രൂത്ത് ആസ് എ പ്രോപ്പർട്ടി ഓഫ് സെന്റൻസസ്, റിലേഷൻസ് ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് മീനിങ്, ഡയഗ്നോസിസ് ഓഫ് സെമാൻറ്റിക് പാരഡോക്സസ്, അങ്ങനെ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതും ഒന്ന് നോക്കി വെക്കുക. ഇത് അത്യാവശ്യം വലിയ ഒരു കൈൻഡ് ഓഫ് എന്താണ് തിയറി ആണ് കേട്ടോ. സെമാൻറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് മീനിങ്ങും വേർഡും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്ന് ഓർത്ത് വെക്കാം. അടുത്തതാണ് ഡിഫ്ലേഷണറി തിയറി ഓഫ് ട്രൂത്ത്. എന്താണ് ഡിഫ്ലേഷണറി തിയറി ഓഫ് ട്രൂത്ത് പറയുന്നത്? It is a family of theories which all have in common the belief that assertions that predicate truth or a statement do not provide any substantive information or insight into the nature of truth. കുറച്ചും കൂടെ ചെറുതാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, it argues that assertions of truth don't add anything meaningful beyond the statement itself. നമ്മൾ എന്തെങ്കിലും അസേർട്ട് ചെയ്യാണ്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്തിലേക്ക്? എനിത്തിങ് മീനിങ് ഫുൾ ബിയോണ്ട് ദ സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സെൽഫ്. ആ മീനിങ് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥത്തിനപ്പുറത്തേക്ക് അതൊന്നും ആഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ നോക്കുകയാണ്, സ്നോ ഈസ് വൈറ്റ് ഈസ് ട്രൂ, ദ സെയിം ആസ് സെയിങ് സ്നോ ഈസ് വൈറ്റ്. സ്നോ വൈറ്റ് ആണ് എന്ന് പറയുന്നത് സത്യമാണ് എന്ന് പറയുന്നത് തന്നെയാണ് സ്നോ വൈറ്റ് ആണ് എന്നുള്ളത്. അപ്പൊ രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ദ പ്രാക്ടിക്കൽ യൂസ് ഓഫ് ദ വേർഡ് ട്രൂ. മറ്റേതിൽ ട്രൂത്തും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേൽ അത് സത്യമാണ് എന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ ട്രൂ എന്ന് പറയുന്നില്ല. ഇതാണ് ഡിഫ്ലേഷണറി തിയറി ഓഫ് ട്രൂത്തിൽ പറയുന്നത്. ഇനി അതിന്റെ ഒരു ഓവർവ്യൂ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താണ് റിഡൻഡൻസി തിയറി, അങ്ങനെ ഒരുപാട് റിഡൻഡൻസി തിയറി, പെർഫോമേറ്റീവ് തിയറി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. റിഡൻഡൻസി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമില്ലേ, അതുമായിട്ട് റിലേറ്റഡ് ആയി വരുന്നതാണ് കേട്ടോ. അതാണ് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് P is a synonymous with P എന്നൊക്കെ പറയുന്നത്. അപ്പൊ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുകയുള്ളൂ കേട്ടോ. അടുത്തതാണ് നോളജ് ഇൻ റിലേഷൻ ടു ഇൻഫർമേഷൻ, ബിലീഫ് ആൻഡ് ട്രൂത്ത് എന്ന് പറയുന്ന ഭാഗങ്ങൾ. ഇവിടെ മീനിങ് ഓഫ് ഇൻഫർമേഷൻ ആണ് വരുന്നത്. അതിൽ 4 പോയിന്റ്സ് വരുന്നുണ്ട്: വിസ്ഡം, ഇൻസ്ട്രക്ഷൻ, ടീച്ചിങ് ആൻഡ് സ്കിൽസ്. എന്താണ് വിസ്ഡം? ഇവിടെ ചാൾസ് സ്പർജിയന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ സിമ്പിൾ വേർഡ്സിലാണ് കൊടുത്തിരിക്കുന്നത്. വിസ്ഡം ഈസ് ദ റൈറ്റ് യൂസ് ഓഫ് നോളജ്. നോളജിന്റെ റൈറ്റ് യൂസിനെയാണ് വിസ്ഡം എന്ന് പറയുന്നത്. ടു നോ ഈസ് നോട്ട് ടു ബി വൈസ്. അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് ആവുക എന്നുള്ളതല്ല. മെനി മെൻ നോ ഗ്രേറ്റ് ഡീൽ ആൻഡ് ആർ ഓൾ ടുഗെദർ ഗ്രേറ്റർ ഫൂൾസ് ഫോർ ഇറ്റ്. കുറെ പേർക്ക് കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ അവരൊരു ഗ്രേറ്റർ ഫൂൾസ് ആണ്. ദർ ഇസ് നോ ഫൂൾസ് ഓർ ഗ്രേറ്റർ ഫൂൾ ആസ് നോയിങ് ഫൂൾ. നന്നായിട്ട് അറിയുന്ന ഒരു ഫൂളിന്റെ അത്ര ഉള്ള ഫൂൾ മറ്റൊന്നും ഇല്ല എന്നാ പറയണത്. ബട്ട് ടു നോ ഹൗ ടു യൂസ് നോളജ് ഈസ് ടു ഹാവ് വിസ്ഡം. പക്ഷെ നോളജ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന അറിവിനാണ് വിസ്ഡം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ആ ഒരു ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. വിസ്ഡം ഇസ് ദ നോളജ് that is gained by having many experiences in life, the natural ability to understand things that most other people cannot understand. പെട്ടെന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത യഥാർത്ഥത്തിലുള്ള സത്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾക്കാണ് വിസ്ഡം ഉള്ള ആള് അല്ലെങ്കിൽ വൈസ് മാൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്?
The instruction does not involve the instruction between the teacher and pupils. Still, in instruction can divert the pupils towards objectives. The main difference between teaching and instruction is that teaching includes instruction, but the instruction does not include teaching. Teaching instruction ഉണ്ട് പക്ഷെ ഇൻസ്ട്രക്ഷനിൽ ഒരിക്കലും ടീച്ചിങ് ഇല്ല. ഓക്കെ, എന്താണ് ഇത്, നമ്മള് കോമഡി പറയാറില്ലേ, ടൈഗർ ബിസ്ക്കറ്റിൽ എന്താണ്, ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് കരുതി ടൈഗർ ബിസ്ക്കറ്റ് ടൈഗർ ഇല്ലാന്ന്. അതേ കാര്യം ഇവിടെ പറയുന്നത്. ഇൻസ്ട്രക്ഷനില് ടീച്ചിങ് ഇല്ല, പക്ഷെ ടീച്ചിങ്ങിൽ ഇൻസ്ട്രക്ഷൻ എപ്പോഴും വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻസ്ട്രക്ഷനിൽ ഇവിടെ പറയുന്നത്. പിന്നെ അത് കൊഗ്നിറ്റീവ്, എഫക്റ്റീവ്, സൈക്കോമോട്ടർ ആസ്പെക്ട്സ് ഓഫ് പീപ്പിളിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അടുത്തത് ടീച്ചിങ് ആണ്. ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഇന്നേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ എ മോർ മെച്യൂർ പേഴ്സണാലിറ്റി ആൻഡ് എ ലെസ് മെച്യൂർ വൺ വിച്ച് ഇസ് ഡിസൈൻഡ് ഫർദർ ദ എഡ്യൂക്കേഷൻ ലേറ്റർ. ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിന്റെയും ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിന്റെയും തമ്മിൽ ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾക്കാണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചിങ്ങിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ഇൻസ്ട്രക്ഷൻ. അടുത്തതാണ് സ്കില്ല്. ടീച്ചർ മേക്സ് യൂസ് ഓഫ് നമ്പർ ഓഫ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു ബ്രിങ് അബൌട്ട് എഫക്റ്റീവ് ലേണിംഗ്. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് മുൻപോട്ടേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരുപാട് ടെക്നിക്സും മെത്തേഡ്സും യൂസ് ചെയ്യാറുണ്ട്. ഈ ടെക്നിക്സിലുള്ളതാണ് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക, ബ്ലാക്ക് ബോർഡിൽ എഴുതുക, ടീച്ചിങ് എയ്ഡുകൾ യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിനെയാണ് സ്കില്ല്. ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സ്കില്ലുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു ഡയഗ്രാം കാണാം. എന്താണ് സത്യം? തിങ്സ് ദാറ്റ് ആർ ട്രൂത്ത്, തിങ്സ് ദാറ്റ് യു ബിലീവ്. നിങ്ങൾ വിശ്വസിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതിന്റെ നടുവിൽ രണ്ടും കൂടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ശരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നതും സത്യമായിട്ടുള്ള കാര്യങ്ങളും എത്രമാത്രം നമുക്ക് അറിയാം എന്നുള്ള ഒരു ഗ്രാഫാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റിഫൈഡ്, ട്രൂ, ബിലീവ്ഡ്, നോളജ്, സംതിങ് ബിലീവ്ഡ് ഫോർ അൺട്രൂ റീസൺ, ട്രൂ ബിലീഫ് ബൈ ആക്സിഡന്റ്, ഇഗ്നോറൻസ്. അപ്പോൾ ഇത് മൂന്നും ഷെയർഡ് ആയിട്ടാണ് ഇടയിൽ നോളജ് എന്നുള്ള ആ ഒരു സെന്റർ വരുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അടുത്തതാണ് characteristics of good information. When using information for business purposes and storing information in an information system, it is of vital importance that the information is good and helps you make the correct business decision. അപ്പൊ നമുക്കിപ്പോഴും ഒരു കറക്റ്റ് ആയിട്ടുള്ള ബിസിനസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നല്ലതായി ഗുഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ബിസിനസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം നമുക്ക് അറിയുന്ന വേർഡ്സ് ആയതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. വാലിഡ്, റിലയബിൾ, ടൈംലി, ഫിറ്റ് ഫോർ പർപ്പസ്, ആക്സസിബിൾ, കോസ്റ്റ് എഫക്റ്റീവ്, സഫീഷ്യന്റ്ലി അക്യുറേറ്റ്, റെലവെന്റ്, ഹാവിംഗ് ദ റൈറ്റ് ലെവൽ ഓഫ് ഡീറ്റെയിൽ, ഫ്രം എ സോഴ്സ് ഇൻ വിച്ച് ദ യൂസർ ഹാസ് കോൺഫിഡൻസ്, അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദ യൂസർ എന്നുള്ളതൊക്കെയാണ് അവിടെയുള്ള പോയിന്റ്സ് വരുന്നത്. അടുത്തതാണ് മീനിങ് ഓഫ് ബിലീഫും അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ബിലീഫും. എന്താണ് മീനിങ് ഓഫ് ബിലീഫ്? ബിലീഫ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇൻ വിച്ച് എ പേഴ്സൺ തിങ്സ് സംതിങ് ടു ബി ദ കേസ് വിത്തൗട്ട് ദർ ബീങ് എംപിരിക്കൽ എവിഡൻസ് ടു പ്രൂവ് ദാറ്റ് സംതിങ് ഈസ് ദ കേസ് വിത്ത് എ ഫാക്ച്വൽ സർട്ടനിറ്റി. എംപിരിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് സെൻസ് പെർസെപ്ഷൻ പോലെ നമ്മൾ നേരിട്ടുള്ള സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിനെ മനസ്സിലാക്കാതെ, പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ട്രൂ ആണ്, അല്ലെങ്കിൽ ആ ഒരു കേസിനെ മനസ്സിലാക്കുന്ന രീതിക്കാണ് നമ്മൾ ബിലീഫ് എന്ന് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ സെൻസ് ചെയ്യാതെ മനസ്സിലാക്കുന്നതിനെയാണ് ബിലീഫ്. ഇറ്റ് ഈസ് എ മെന്റൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ്ലി ഓറിയന്റഡ് ടുവേർഡ്സ് എ ലൈക്ലിഹുഡ് ഓഫ് സംതിങ് ബീങ് ട്രൂ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ട്രൂ ആണെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഒരു കാര്യത്തിനെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡോട് കൂടി റെപ്രസെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു മെന്റൽ റെപ്രസെന്റേഷനെയാണ് ബിലീഫ് എന്ന് പറയുന്നത്. ഇൻ എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ, ആ ഒരു റൂട്ട്. ഫിലോസഫേഴ്സ് യൂസ് ദ ടേം ബിലീഫ് ടു റെഫർ ടു പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്സ് അസോസിയേറ്റ് വിത്ത് ട്രൂ ഓർ ഫോൾസ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്. ഫിലോസഫേഴ്സ് ഈ എന്താണ് ബിലീഫിനെ റെഫർ ചെയ്യുന്നത് പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്സ് അസോസിയേറ്റഡ് വിത്ത് ട്രൂ ഓർ ഫോൾസ് എന്നാണ്. ഒരു ഐഡിയ ട്രൂ ഓർ ഫോൾസോ എന്നുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡിനെയാണ് ബിലീഫ് എന്ന് ഫിലോസഫേഴ്സ് വിളിക്കുന്നത്. However, belief does not require active introspection and circumspection. Belief is a common label for conviction, surmises, supposition, expectations എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ബിലീഫ് എന്നുള്ളത് ഒരു കോമൺ ലേബൽ ആണ്, അതൊരു മൈൻഡിൽ നടക്കുന്ന ആക്ടിവിറ്റിയാണ്. അത് സെൻസ് ഓർഗൻ അല്ലെങ്കിൽ എംപിരിക്കൽ ആയിട്ടുള്ള എവിഡൻസുകളും കാര്യങ്ങളും അതിനെ
ആവശ്യമില്ല. അത് നമ്മുടെ മൈൻഡിന് ഒരു മെന്റൽ റെപ്രസെന്റേഷൻ എന്നുള്ള രീതിക്ക് നടക്കുന്നതാണ്. ഇനി എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ബിലീഫ്സ് ആർ ഇമ്പോർട്ടന്റ് ബിക്കോസ് ബിഹേവിയർ ഇസ് ഇമ്പോർട്ടന്റ് ആൻഡ് യുവർ ബിഹേവിയർ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബിലീഫ്സ്. നിങ്ങളുടെ ബിലീഫിനെ ഡിപ്പെൻഡ് ചെയ്താണ് ബിഹേവിയർ നിൽക്കുന്നത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിഹേവിയർ, ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എവറിത്തിങ് യു ഡു ക്യാൻ ബി ട്രാക്ട് back to belief you hold about the world, everything from brushing your teeth to your career. നമ്മുടെ കരിയർ മുതൽ, ബ്രഷ് ചെയ്യുന്ന കാര്യം മുതൽ എല്ലാ കാര്യങ്ങളിനെയും നമുക്ക് ട്രേസ് ചെയ്യാം. നമ്മുടെ ബിലീഫ് സ്ട്രോങ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബിഹേവിയറിൽ കാണാം. ഒരു വിശ്വാസം, ഒരു കാര്യത്തിനെ പറ്റിയുള്ള വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് യഥാർത്ഥത്തിൽ നമ്മുടെ ബിഹേവിയറിലാണ് കാണിക്കുന്നത്. ബിലീഫ് ഓൾസോ ഹെൽപ്പ് ഡിറ്റർമൈൻ യുവർ റിയാക്ഷൻസ് ടു അതേഴ്സ് ബിഹേവിയർ. ഫോർ എക്സാമ്പിൾ their refusal to brush their teeth or their own career choices. അപ്പൊ ഈ ബിലീഫ് എന്ന് പറയുന്നത് എന്നും കൂടെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബിഹേവിയറും. നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു റിയാക്ഷനും ഇവിടെ മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ബിലീഫിൽ പറയുന്ന കാര്യങ്ങൾ. അടുത്തത് നോളജ് എന്ന് കൊടുത്തിട്ട് ഇസ് ഈക്വൽ ടു ഇട്ടിട്ടുണ്ട്. അതാണ് ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ്. നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ബിലീഫാണ്. അപ്പൊ ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നോളജ് എന്ന് പറയുന്നത്. ഈ ഒരു നോളജ് നോയിങ് എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ മുഴുവൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നോളജിനെ പറ്റിയാണ്. അതും ബിലീഫുമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. ഇനി നോയിങ്ങിന്റെ 4 വേസ് ആണ് കൊടുത്തിരിക്കുന്നത്: ലാംഗ്വേജ്, പെർസെപ്ഷൻ, റീസൺ, ഇമോഷൻ. റീസണബിൾ നോളജിനെയാണ് നമ്മൾ എവിഡൻസ്, കൊഹറൻസുമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ താഴെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം. ട്രൂത്ത്, ബിലീഫ്, ഇൻഫർമേഷൻ, എങ്ങനെയാണ് ഇത് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത്. ഇൻഫർമേഷൻ is said to be facts provided or learned about someone or something. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട്സ് ആണ്. അത് എന്തിനെ പറ്റിയാണ്? എന്തെങ്കിലും ആളെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിനെ പറ്റിയോ ഉള്ള നമ്മുടെ അറിവിനെയാണ്. ഇൻഫർമേഷൻ ഈസ് ഫാക്ച്വൽ. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫാക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അത് ട്രിവിയൽ ആവാം, കുറച്ചുകൂടെ കോംപ്ലക്സ് ആവാം ചിലപ്പോ. ബട്ട് ഇൻഫർമേഷൻ can also be false. അത് ചിലപ്പോൾ തെറ്റുമാകാം. ചില ഇൻഫർമേഷൻ തെറ്റുമാകാം. ഇൻഫർമേഷൻ can lack connectedness. ഇൻഫർമേഷന് കണക്റ്റഡ്നെസ് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. No defined connection between ideas. Examples of information, siblings and the books. അതൊക്കെയാണ് ഇൻഫർമേഷനിൽ വരുന്നത്. പിന്നീട് നോളജിന്റെ കമ്പാരിസൺ ആണ്. ഒരു 2.5 പേജോളം ഇത് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അത് വായിച്ചു നോക്കുക. നമ്മൾ നേരത്തെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ ഒരു ബോക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ. ഇൻഫർമേഷനും നോളജും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങളാണ് കേട്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഫർമേഷൻ അല്ല നോളജ്, ആ ഒരു ഡിഫറൻസസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ റീസണും ബിലീഫും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് റീസണും ബിലീഫും? നോളജ് ആൻഡ് ബിലീഫ് ആർ 2 words that are often confused when it comes to their meanings and connotations. When strictly speaking, there is some difference between them. എപ്പോഴും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് നോളജ് ആൻഡ് ബിലീഫ്. പക്ഷെ അതിന് രണ്ടെണ്ണത്തിനും 2 ഡിഫറെന്റ് മീനിങ്സ് ആണുള്ളത്. അത് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നോളജ് ഈസ് ഓൾ അബൌട്ട് ഇൻഫർമേഷൻ. നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടതാണ്. നോളജ് ഈസ് വാട്ട് വി ഗെയിൻ ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും എക്സ്പെരിമെന്റേഷനിലൂടെയൊക്കെ നേടിയെടുക്കുന്നതാണ് നോളജ്. ഇറ്റ് ഡിറൈവ്സ് ഫ്രം ദ റിയാലിറ്റീസ് ഓഫ് ദ വേൾഡ് അറൗണ്ട് us. നമ്മളെ ചുറ്റുമുള്ള വേൾഡിന്റെ സത്യങ്ങളിൽ അല്ലെങ്കിൽ റിയാലിറ്റീസിൽ നിന്നുമാണ് അത് ഉണ്ടാവുന്നത്. നോളജ്. ആസ് ദ വേൾഡ് പ്രോഗ്രസസ്, വേരിയസ് റിസോഴ്സസ് ഓഫ് നോളജ് ഹാവ് ഓൾസോ എക്സ്പാൻഡഡ്. ഈ വേൾഡ് പ്രോഗ്രസ് ചെയ്യുന്നതോടുകൂടി നോളജിന്റെ ഡിഫറെന്റ് സോഴ്സസും എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. റീസണിങ് ഓർ ത്രൂ ഈസ് ദ സെൻട്രൽ എന്താണ് സെൻട്രൽ ഫാക്ടർ ഇൻ നോളജ് ഫോംസ് വിച്ച് വി ഡിറൈവ് യൂണിവേഴ്സലി വാലിഡ് ജഡ്ജ്മെന്റ്സ് ദാറ്റ് ആർ കോൺസിസ്റ്റൻസ് വിത്ത് വൺ അനദർ. സർട്ടൻ മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ട്രൂത്ത്, ഫോർ ഇൻസ്റ്റൻസ്, ആർ സെൽഫ് എവിഡന്റ് കൈൻഡ്സ് ഓഫ് നോളജ് ദാറ്റ് അപ്പീൽ ടു അവർ റീസൺ. അപ്പോൾ റീസണിങ്ങിലൂടെ അല്ലെങ്കിൽ മറ്റ് വേസിലൂടെ അങ്ങനെ നോളജ് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആർ സെൽഫ് എവിഡന്റ് കൈൻഡ്സ് ഓഫ് നോളജ് ദാറ്റ് അപ്പീൽ ടു അവർ റീസൺ. ആൻഡ് 2 contradictory statements both cannot be true at the same time. ഇനി എങ്ങനെയാണ് നോളജ് ഇൻഫർമേഷനും ബിലീഫും ട്രൂത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. അതിനു മുമ്പ് ഓരോന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. റീസണും ബിലീഫിന്റെ ഡെഫിനിഷൻ എന്താണ്, കളക്ഷൻ ഓഫ് ഡേറ്റ എന്താണ്, ഫെയ്ത്ത് എന്താണ്, കോസ്, ബേസിസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. നോളജ് ഈസ് എക്സ്പ്രസ്ഡ് ഓർ ഷെയർഡ് ഇൻ ദ ഫോം
ഇൻഫർമേഷൻ, ബിലീഫ് ആൻഡ് ട്രൂത്ത്. നോളജ് എക്സ്പ്രസ് ചെയ്യുന്നതോ ഷെയർ ചെയ്യുന്നതോ ഏത് ഫോമിലാണ്? ഇൻഫർമേഷൻ, ബിലീഫ്, ട്രൂത്ത്. ഇൻ ഫാക്ട്, when knowledge is stated in the form of concepts, principles, laws, propositions and theorems and enters into public domain for consumption, it assumes various forms of depending on the context and the emotion it evokes in knower. However, there is difference between these terms. ഇതിനൊക്കെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഡിഫറൻസ് ഉണ്ട്. ഇൻഫർമേഷനും ബിലീഫ് ആയാലും ട്രൂത്ത് ആയാലും എല്ലാത്തിനും ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസുകളാണ് ഇവിടെ 3 ബോക്സിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് റോ ഡാറ്റയാണ്, മറ്റേത് പേഴ്സണൽ ആൻഡ് പ്രൈമറിലി സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ്, ഒന്ന് വെരിഫൈഡ് നോളജ് ആണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സോ വി ഹാവ് കം ടു ദ എൻഡിങ് ഓഫ് ദിസ് യൂണിറ്റ്. നമ്മൾ എല്ലാ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 5 ടോപ്പിക്സ് കവർ ചെയ്തു. രണ്ടാമത്തേതിൽ നമ്മൾ 4 ടോപ്പിക്സ്, മൂന്നാമത്തേതിൽ 3 ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ നോക്കിക്കുക, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നോളജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ലെവൽസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈപ്സ് ഓഫ് നോളജ്, കൈൻഡ്സ് ഓഫ് നോളജ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഡൊമെയിൻസ്, ഡയമെൻഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 4 തിയറീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത്. നമ്മുടെ നോളജ് ആൻഡ് നോയിങ് എന്നുള്ള ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആയിരുന്നു, ബട്ട് മാക്സിമം എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഫർദർ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കോമെന്റ് സെക്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ സൂൺ.